ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളിതേ ഈ കാണുന്ന പള്ളിയുടെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവേണ്ട. ഈവനിങ്ങിന് കാണാൻ പറ്റിയിട്ടൊരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. അയ്യോ, ഇവിടെ അവരൊക്കെ വണ്ടി കയറിയെന്ന് തോന്നണം. കാനഡയിൽ വ്യത്യസ്തമായിട്ടുള്ള വീടുകളാണ് കേട്ടോ ഈ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആ മോഡൽ വീടല്ല കേട്ടോ, അത് ഒരു വില്ല പോലെയാണ്. ഇതും ഏകദേശം അതേപോലെയൊക്കെ ആണെങ്കിലും ഒരു വേറെ ടൈപ്പായിട്ടാണ് കേട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഓൾഡ് മോൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോണത്. പക്ഷേങ്കിൽ ആ ഏരിയ ഇല്ലാന്ന് മാത്രം കേട്ടോ. അവിടെ തന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം. അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നടന്ന് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എല്ലായിടവും കാണാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പള്ളിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഫസ്റ്റത്തെ പള്ളി ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അവിടെ കാണാതെ ഇരുന്നാന്ന് വെച്ചാൽ വൈകിട്ടൊക്കെയാണ് അവിടെ കുറച്ചും കൂടി കാണാൻ രസം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു പള്ളിയൊക്കെ കണ്ട് തിരിച്ചു വന്ന് നമുക്ക് അതേ സെയിം സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് നമുക്ക് ആ ഒരു ഓൾഡ് മോൺട്രിയൽ ആ ഒരു സിറ്റി ആ ഒരു സ്ട്രീറ്റാണ് കേട്ടോ ഇത്, അവിടേക്കൊന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ചത്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കണേണ്. കഴിഞ്ഞ തവണ നമ്മൾ വണ്ടി ഇട്ടില്ല, അതേ സെയിം സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വണ്ടി ഇട്ടത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നടന്ന അതേ വഴികളൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഓൾഡ് മോൺട്രിയൽ എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ യൂറോപ്പ് എന്നാണ് കേട്ടോ ഇവിടെ നിന്ന് അറിയപ്പെടുന്നത്. ഒരുപാട് വർഷങ്ങൾ, ഏകദേശം ഒരു 1600 നിർമ്മിച്ചിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ലൈവ് മ്യൂസിക്കുകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഈ ഒരു ബിൽഡിങ്ങും പിന്നെ കല്ലിട്ട വഴികൾ, അതൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോൺട്രിയലിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്, നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ അതേ ഒരു സ്ട്രീറ്റിലൂടെ തന്നെ പോവുകയാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിക്കും തിരക്കാണെന്നേ. ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഓപ്പണായിട്ടാണ് കേട്ടോ ഇങ്ങനെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കൂലേ. നമുക്കിങ്ങനെ പുറത്തിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ഫുഡ് കഴിക്കാവുന്ന പാകത്തിനാണ് എല്ലാം അറേഞ്ച് ചെയ്തേക്കണത്. നമ്മളങ്ങനെ അതേ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ, സൂവനീർ വാങ്ങിക്കാനാണ്. ഇവിടെ സൂവനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്പാണെന്ന് പറഞ്ഞത്. ഈ കപ്പുകളൊക്കെ കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാവും കേട്ടോ. അതിന് മാത്രം ഭംഗിയുണ്ട് കാണാൻ. എല്ലാത്തിലും ഇങ്ങനെ മോൺട്രിയലിനൊക്കെ കാനഡ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എവിടെ ചെന്നാലും ഉണ്ടാവും ഇങ്ങനത്തെ സൂവനീറുകൾ. എങ്കിലും ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള സൂവനീറുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കുറേ പർച്ചേസിംഗ് ഒക്കെ നടത്തി അത് കഴിഞ്ഞ് ഇതേ ഇപ്പോൾ ക്ഷീണിച്ച് ഇവിടെ ഇരിക്കേണ്ട, എന്തെങ്കിലും വെള്ളം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുക. ഇവിടെ എന്തൊരു തിരക്കാണ് എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. രാത്രി ആവും തോറും തിരക്ക് കൂടി കൂടി തന്നെയാണ്. ഇവിടെ ഫുള്ള് ഈ സ്ട്രീറ്റ് മൊത്തം റെസ്റ്റോറൻറ്റുകളാണ്. എന്തോരം ആൾക്കാരിരുന്നാണ് ഫുഡ് അടിക്കണത് എൻ്റെ പോലെ. അയ്യോ, കുറേ ഉണ്ട് കേട്ടോ നടക്കാനാണെങ്കിൽ ഇഷ്ടംമാതിരി ഉണ്ട്. അടിപൊളി സ്ഥലമാണ്, കണ്ടു കഴിഞ്ഞാൽ ഒരു യൂറോപ്പിൽ വന്ന പോലെ. പ്രായമായ ആൾക്കാരും ഒക്കെ ഉണ്ട് നടക്കണ കൂട്ടത്തിൽ. ചെറുതായിട്ട് തണുപ്പുണ്ട് കേട്ടോ, എന്ന് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ന്യൂജേഴ്സിയിൽ വന്ന ആൾക്കാരൊക്കെ എന്ത് തണുപ്പല്ലേ. അപ്പം എന്തായാലും നമുക്ക് കുറച്ചേരം കൂടിയൊക്കെ ഒന്ന് നടക്കാം. വയ്യാണ്ടായി, രാവിലെ തുടങ്ങിയുള്ള നടപ്പല്ലേ. കാര്യം നമ്മൾ അധികം അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് നടന്ന് ഇഷ്ടമാരും നടന്ന്. ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തില്ലെന്നേ, നടക്കണ ഒരു ഇതിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല.
കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കണേൽ വലിയ പ്രശ്നമില്ല കേട്ടോ. എങ്കിലും എന്തോരമാണെന്ന് പറഞ്ഞാൽ ഒരു കയ്യും കണക്കൂലാത്ത അത്രയും ദൂരം നമ്മൾ നടന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ വേറൊരു എന്താ പറയുക ഒരു മറൈൻ ഡ്രൈവ് ഒക്കെ പോലത്തെ ഒരു ഫുട്പാത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുക, ഇത് വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി നേരിട്ട് കാണാൻ കേട്ടോ ഭംഗി. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അറ്റത്തായിട്ട് കുറേ ലൈറ്റുകൾ കണ്ടില്ലേ, അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകളൊക്കെ അങ്ങോട്ട് പോണ കാണുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഫുള്ളൊരു ഗ്രൗണ്ട് പോലെയാണ് കേട്ടോ. ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഉണ്ടായിരുന്നു, സ്ട്രീറ്റ് ഷോപ്പുകൾ, അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കണത്. ഈ കാണുന്ന ഷോപ്പില്ലേ ഇവിടെ ഫുള്ള് സുവനീറുകളൊക്കെയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ എന്ത് റേറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കേടിയ ഷോപ്പിൽ നിന്നും ഇരട്ടി വിലയാണ് ഇവിടെ നമ്മൾ ഓരോന്നിനും വില ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ഇന്ത്യൻസാണ് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ നടത്തുന്നത്. അത് കണ്ടപ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ അങ്ങോട്ട് ആ കാണാണ്ടില്ല, അവിടെയൊക്കെ ഫുള്ള് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയൊക്കെ ഉണ്ട്. കുറേ ഉണ്ട് അങ്ങോട്ട് കാണാനും നമുക്ക് എൻജോയ് ചെയ്യാനും പിള്ളേർക്കൊക്കെ പറ്റിയ കുറേ പ്ലേ ഏരിയാസും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് കാണാനുള്ളതുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ നേരം വെളുത്തോടെയും ഒരു അലച്ചിലായതുകൊണ്ടേ ആകെ ടയേർഡാണ്, നമുക്ക് ഒട്ടും വയ്യ നടക്കാനായിട്ട്. എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നാണ്. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എങ്ങനെ കാണാതെ പോകും, അതാണ് വേറൊരു രസം. കേസ് അടിപൊളി വൈബ്, സംസാരിക്കാൻ വയ്യ. നടന്ന മനുഷ്യൻ അണച്ചു. അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. കുറേ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അടിപൊളി സ്ഥലം, സ്ട്രീറ്റൊക്കെ അടിപൊളിയായിരുന്നു. നടന്നിങ്ങനെ പറ്റണ്ടായില്ല വീഡിയോ എടുക്കാൻ. ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു. ഇവിടുത്തെ ഫേവറേറ്റ് കുറേ ഫുഡൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഒന്നാമത്തിൽ വയറില്ല, ഉച്ചക്കത്തെ കുഴിമന്തി ഇന്ന് ഫുള്ളാണ്. പിന്നെ മാത്രമല്ല അത് ചിലപ്പോൾ ടേസ്റ്റ് പിടിക്കുമെന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒരു മറ്റേ മാപ്പിൾസിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതെന്തായാലും വാങ്ങിക്കും, ട്രൈ ചെയ്യണേ, അത് വാങ്ങിക്കണം. നടപ്പിൻ്റെ ഇടയിൽ കണ്ടൊരു കാറാണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മളെപ്പോലെ വേറെയും കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയ മേപ്പിൾസിൻ്റെ. കാരണം നമുക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണമായിരുന്നു. ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അത് നോക്കട്ടെ, നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങി മേപ്പിൾസിൻ്റെ. എന്താ തിരക്ക് നോക്ക്. പോകുന്ന വഴിയിൽ വീണ്ടും 2 വീലർ കണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. വണ്ടി ഞാൻ പറഞ്ഞില്ലേ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സ്ട്രീറ്റിലേക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു. അത് കാരണം ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്, ആ നേരെ കാണുന്ന ഒരു വോള് കണ്ട, ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു വോളാണ്. അപ്പോൾ അതുമ്മ ഇങ്ങനെ ലൈറ്റ് ഷോ നടക്കണേണ്. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ 3D പോലത്തെ ഒരു ഷോയാണ് കേട്ടോ. അവിടെ ആളുകളൊക്കെ ഇങ്ങനെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. രണ്ടുപേരിങ്ങനെ നടന്നു വന്നോല കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ അത് കാണാൻ. ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് കുറച്ച് നേരമൊക്കെ കണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഒന്നും ഇങ്ങനെ കാണാനുള്ളൊരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. സമയം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മുടെ റൂമിലെത്തണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കും കേട്ടോ. പിന്നെ ആകെ ടയേർഡായിന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പിന്നെ അധികം നേരം അങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റണ്ടായിരുന്നു. എത്രയും പെട്ടെന്നൊന്ന് റൂമിലെത്തി റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ എന്തായാലും മോൺട്രിയലിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇനിയും കാണാനായിട്ട്. നമുക്ക് ഇന്ന് ആകെ ഒരു ദിവസം ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ നമ്മൾ കറങ്ങിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോൺട്രിയൽ
ഓൾഡ് ഈ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. കാരണം അതൊരു അടിപൊളിയാണ്, ഒരു യൂറോപ്യൻ സ്റ്റൈൽ സ്ട്രീറ്റാണ്, മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുത്തേക്കണേ. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.